ഇന്ന് ഇഡ്ഡലിയും അതിനോടൊപ്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള ചട്നിയുമാണ് തയ്യാറാക്കുന്നത്. നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലി. രാജലക്ഷ്മീസ് കിച്ചൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് 1 കപ്പ് ഉഴുന്നും 3 കപ്പ് ഇഡ്ഡലി റൈസുമാണ്. വാഷ് ചെയ്തതിന് ശേഷം 5 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കണം. മിക്സിയിൽ ഉഴുന്നും അരിയും സെപ്പറേറ്റ് ആയി അരച്ചെടുത്താണ്. ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ചട്നി തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങയും 1 മീഡിയം സൈസ് ടൊമാറ്റോ, 5-6 ചെറിയ ഉള്ളിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് വേണ്ടത്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇപ്പോൾ അത് നല്ല ചൂടായി. ഇനി അത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ലവണ്ണം ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇനി ബൗളിലോട്ട് ഒഴിക്കാം. എന്നിട്ട് ജാറൊന്ന് കഴുകി അത് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമുക്കത് കടുവറുത്ത് ചേർക്കണമല്ലോ. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 4-5 വറ്റൽമുളകും കടുവും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നല്ല റോസ്റ്റാക്കി അതിലോട്ട് ഇടേണ്ടതാണ്. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇഡ്ഡലി സ്റ്റീം ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ്, എന്നിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കേണ്ടതാണ്. ഇപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നമുക്ക് അതിൽ നിന്നും ഒരു ഇഡ്ഡലി എടുത്ത് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. ഈ ഇഡ്ഡലി നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ തോന്നും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.